ഹായ് ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ലോഗിന് രണ്ടാമത്തെ ദിവസം ഇത് കൊടുക്കാൻ വേണ്ടി എത്തി ഞാൻ. നോട്ടറൈസ്ഡ് പേപ്പർ ഓഫീസിലേക്ക് നടക്കാം. ഇന്നലത്തെ വ്ളോഗിൽ നോട്ടറൈസ് ചെയ്ത പേപ്പറൊക്കെ ഞാൻ പിക്കപ്പ് ചെയ്തു. അവർ പറഞ്ഞ നിബന്ധനകൾ അതിനെ റെഡിയാക്കിക്കൊണ്ട് വീണ്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വ്ളോഗും രംഗങ്ങളുമാണ് ഈ കാണുന്നത്. വ്ളോഗിൻ്റെ എന്ത് വരെ കാണുക, ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ട് എന്ത് കടലാസാണ് കിട്ടിയെന്നുള്ളതാണ്. ഓഫീസിലേക്ക് പോയി ഈ നോട്ടറൈസ്ഡ് പേപ്പർ കൊടുക്കാം. ഇവിടെ ആളില്ല. എനിക്ക് ടി സിയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നോട്ടറൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കാൻ പറയുമായിരുന്നു. കൊണ്ടുവന്നു. ഫീസ് അടയ്ക്കാൻ 10:30. ഇതാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ അവസ്ഥ. 10,000 സീറ്റിലാരും എൻ്റെ അടുത്ത് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോസ്റ്റായിരുന്നു, അല്ലാതെ എന്ത് ചെയ്യാനാണ്. വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ കോളേജിൻ്റെ ക്യാമ്പസ് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. ഇതാണ് ക്യാമ്പ്. പത്തര ആയപ്പോഴും അവസ്ഥ സീൻ കോൺട്രാ ശോകവ. ഇത് ഫീസ് പേയ്മെൻറ്റ് ടി സിയുടെ സെക്ഷൻ അപ്പുറത്തെ ബൈൻഡ് വെച്ചിരിക്കുന്ന A1 സെക്ഷൻ. ഇവിടെ ഒന്നും ആരുമില്ല, നിങ്ങൾ കണ്ടല്ലോ. സോ ഇതാണ് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ അവസ്ഥ. ഒരാവശ്യത്തിന് പറ്റും. 11 മണിയായപ്പോൾ എല്ലാവരും കൂടെ വന്ന സമയം ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഫോം ഒപ്പം നമ്മുടെ ഒരു അപേക്ഷയും പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ടി സിക്ക് 105 രൂപയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതും അടയ്ക്കേണ്ട ആവശ്യം വന്നു. പക്ഷേ ഇതിനും കുറേ ഇട്ട് ചുറ്റിച്ചവർ. ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു, ഇന്ന് ലീവിലായിരുന്നു തോന്നുന്നു പുള്ളി. ഇന്നലത്തെ വ്ളോഗ് കാണാത്തവർ കാണുക. സോ ആ മേഡമാണ് നമ്മുടെ ഫീസും കാര്യങ്ങളും എടുക്കുന്നത്. ആ മേഡം പ്രിൻസിപ്പളിനെ പോയി കാണണം. പ്രിൻസിപ്പൾ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപേക്ഷയിൽ ടി സിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷയിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രിൻസിപ്പൾ സൈൻ ചെയ്യണമെന്ന്. അങ്ങനെ ജോളി സാറിനെ കാണാൻ പോസ്റ്റ് കണക്ക് ഇരിക്കുകയാണ്. ഒരുപാട് നേരം സാറിൻ്റെ ക്യാബിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം സാറ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫെയർവെൽ എന്തോ വരുന്ന പിള്ളേരുടെ അവിടെ പോയിരുന്നു. പക്ഷേ ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. രാവിലെ ആ ക്യാഷ് പിടിക്കുന്നിടത്ത് ആളിരുന്നിരുന്നെങ്കിൽ ഈ സാർ അവിടെ ഫെയർവെല്ലിന് പോകുന്നതുകൊണ്ട് എനിക്ക് പോയി അപേക്ഷയിൽ സൈൻ ചെയ്ത് ഫീസ് പഠിച്ചെനിക്ക് നേരത്തെ പോകാമായിരുന്നു. ഒരു ദിവസം ഫുള്ളാണ് ഞാൻ അവിടെ പോയിരുന്ന വേസ്റ്റാക്കി. നമ്മൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. സോ അതാണ് നമ്മൾ പഠിച്ചൊരു സ്ഥാപനത്തിൻ്റെ അവസ്ഥ. ഇതൊക്കെ അധികൃതർ മാറ്റേണ്ട സമയം വളരെ കഴിഞ്ഞിരിക്കുന്നു. ആ ഫീ പിഴിക്കാനിരുന്ന മേഡം ഒരു അബദ്ധം കാണിച്ചു. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മളൊരു അപേക്ഷ കൊണ്ടുപോകുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ, സുവോളജി ആണെങ്കിൽ അവിടെ പോയി HOD കയ്യിൽ റെക്കമെൻഡേഷൻ എഴുതി മേടിച്ചിട്ട് വന്നാൽ മാത്രമേ ഈ പ്രിൻസിപ്പൽ സാർ സൈൻ ചെയ്യൂ. ഇത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അവർക്ക് അറിയാതിരിക്കും. അവർ വർഷങ്ങളായി ടി സിയുടെ ഫീസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നില്ലേ. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന സമയം എനിക്ക് അതുപോയി അവിടെ ചെയ്യാമായിരുന്നു. ഫലത്തിൽ ഇവിടെ ഞാൻ പോസ്റ്റ് അടിച്ചിരുന്നു. കുറേ സമയം ഞാൻ കളഞ്ഞതിന് ശേഷം രാവിലെ 10 മണിക്ക് വന്ന ഞാനാണല്ലോ 9:45 10 എനിക്കറിയാം സർക്കാർ സംഭവം മുറ പോലെ അങ്ങനെ നടക്കൂ. പക്ഷേ ഇന്നലെ ഇരുന്ന ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നത്. അതാണ് ഞാൻ ഇന്നലെ മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞത്. എല്ലാവരും ഒരേ ടൈപ്പല്ല. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഇരുന്നപ്പോഴും ഇതിൻ്റെ പുറത്തൊരാൾ നിൽക്കും. പ്രിൻസിപ്പളിൻ്റെ പുറത്തൊരു ഓഫീസ് അറ്റൻഡർ. ആ വ്യക്തിയെ നിങ്ങൾ നോക്കി വെച്ചോളണം. എന്നെ അവിടെ കുറേ നേരം ഇരുത്തിയതിന് ശേഷം അതിൻ്റെ പുറകെ കയറി വന്ന സ്റ്റാഫിനെയും അവരെയൊക്കെ കയറ്റി വിട്ടു. സാറ് ഫെയർവെൽ പാർട്ടി കഴിഞ്ഞ് വന്ന് ക്യാബിനിലേക്ക് വന്നപ്പോൾ അതൊരു തെറ്റായ നടപടിയാണ്. എത്ര അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മളെ അവിടെ ഒരുപാട് സമയം ഇരുത്തുന്നതും ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം വന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. നേരത്തെ വന്നിരുന്നെങ്കിൽ അവർ കയറിപ്പോട്ടെ. ഇത് ഓഫീസ് തുറക്കുമ്പോഴേ ഞാൻ വന്നിരുന്നിട്ട് എൻ്റെ പുറകെ വന്നവരെ കയറ്റി വിട്ടത് അത്ര കറക്റ്റ് നയപാടല്ല. സോ ഞാൻ VC-ക്ക് ഈ മനുഷ്യനെതിരെ കുറച്ച് പരാതി കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ച് വെച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഒരു പ്രിൻസിപ്പളിനെക്കാട്ടി വലിയ വെയിറ്റ് ഒരു വ്യക്തി, ഒരു ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ID കാർഡ്സും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം ആളാരാന്നുള്ളത്. നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ ഈ പ്രിൻസിപ്പളിനെയും ടോപ്പ് മോസ്റ്റ് ആൾക്കാരെ കാട്ടിയുള്ള ഗമയും ജാടയും താഴെ കിടക്കുന്ന ആൾക്കാരായിരിക്കും.
പക്ഷേ എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ നടക്കണമെന്നില്ല. പക്ഷേ ചില ആൾക്കാർ മനുഷ്യത്വമുള്ള ആൾക്കാരും ഉണ്ട്. ഒരു മനുഷ്യനെ വലയിക്കരുത്. ഇപ്പം ഞാൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പോയത് എൻ്റെ ഷോക്കേസിൽ വെക്കാനല്ല. എനിക്കത് അടുത്ത യൂണിവേഴ്സിറ്റിയെ ഏൽപ്പിച്ച് അടുത്ത അഡ്മിഷൻ എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനൊരു കൈയും കണക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ പോയി കഴിഞ്ഞ് കുറേ നേരം ഞാൻ മിണ്ടായിരുന്നു. കാരണം എൻ്റെ ആവശ്യകതയാണല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ഷമിച്ചിരുന്നു. പക്ഷേ ഇന്നെനിക്ക് കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ ഏത് മനുഷ്യനും ചെയ്യുന്ന ഒരു മാനസികമായിട്ടുള്ള റിയാക്ഷൻ ഞാനും അവിടെ ചെയ്തു. അതെന്താണെന്നുള്ള വഴിയെ നിങ്ങൾക്ക് കണ്ടറിയാം. ഈ വീഡിയോ ഇത്രയും നേരം ഇങ്ങനെ ആ പ്രിൻസിപ്പളിൻ്റെ ഹാഫ് ഷട്ടർ ഉണ്ടല്ലോ, അതിങ്ങനെ അടഞ്ഞെടുക്കുന്നത് നിങ്ങൾ കാണുന്നത് ഞാൻ ഇത്രയും നേരം അവിടെ പോസ്റ്റ് ചെയ്തു. ഇതല്ല, ഇതൊക്കെ മേലെ ടൈം ഞാൻ അവിടെ നിന്നു. പക്ഷേ അത്രയും ഞാൻ ക്യാപ്ചർ ചെയ്ത് എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായേനെ. സോ എൻ്റെ വ്ളോഗ്സ് കാണുന്നതിൽ ആരെങ്കിലും അധികൃതർ ഈ എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫീസിലെങ്ങാനും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തക്കതായ വാർണിംഗ് കൊടുത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. പിന്നെ എനിക്കിതിൽ പറയേണ്ട കുറേ സജഷൻസ് ഉണ്ട്. അതും ഈ ഡോർ തുറന്ന് വരുന്നതിനൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ പ്രിൻസിപ്പൽ സാറിന് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായി വൈസ് പ്രിൻസിപ്പളിൻ്റെ ആരെങ്കിലും ഇവിടെ ഇരുത്തണം ആവശ്യങ്ങൾക്ക്. ഈ വരുന്ന സ്റ്റുഡൻറ്റ് NCCയിൽ എന്തൊരു സ്റ്റുഡൻ്റാണ്, 2 പേര്. ഇവർ എനിക്ക് ശേഷം വന്നവരാണ്. ശരി, അവിടെ പഠിക്കുന്നവർക്ക് പ്രയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി തരേണ്ടത് എനിക്കല്ലേ. വർഷങ്ങൾക്ക്, ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് പാസ് ഔട്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഇടയ്ക്ക് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ 2-3 വർഷം കൂടെ പഠിക്കുന്നൊരു കുട്ടിയെക്കാട്ടി വെയിറ്റിംഗ് പീരീഡ് നമ്മൾ നേരത്തെ വന്നിട്ട് നമ്മളിവിടെ ഇരുത്തുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവർക്ക് ശേഷം വന്നിരുന്നെങ്കിൽ ഓക്കെ, അവിടെ സാറിനെ കാണാൻ വന്നിരുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പക്ഷെ അങ്ങനെയല്ല ഇന്നിവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആ മറ്റേ സ്റ്റാഫിനെ നന്നായിട്ട് മിസ് ചെയ്തു, നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ടൈമിന് ചെയ്യുന്നത്. ഇന്ന് ആ സാറ് ലീവായിരുന്നു, ചേട്ടൻ ലീവായിരുന്നു, അത് അവർ ട്രാൻസ്ഫർ അടിച്ച് വിട്ടണോ. കാരണം അദ്ദേഹം നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യും. നമ്മളിൽ നിന്ന് മനസ്സിലാക്കി മനുഷ്യർ വരുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. ഇന്നലത്തെ ബ്ലോഗ് കാണാത്തവർ കാണാൻ വ്യക്തി. ആ സാറിൻ്റെ പേരെനിക്കറിയില്ല. കയറിപ്പോകുമ്പോൾ ഓഫീസിൽ രണ്ടാമത് ഒരു മേഡത്തിൻ്റെ അപ്പുറത്തായിട്ടിരിക്കുന്നതാണ് ഇടത്തെ സൈഡ്. ഇനി തൊട്ട സാർ ഇവിടെ ഉണ്ടോയെന്നും എനിക്കറിയില്ല. ആ കുട്ടികൾ പോയിട്ടും എനിക്ക് ഒരുപാട് തവണ പുറത്ത് പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. ഇനി ഞാൻ കയറുന്ന ടൈം നോക്കിക്കോ. ആദ്യം ആ പുറത്തുനിന്ന് അറ്റൻഡർ പറഞ്ഞു ഞാൻ തന്നെ പോയി സാറിനെ കാണിച്ച് സിറ്റുവേഷൻ മനസ്സിലാക്കി ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി സൈൻ മേടിക്കണമെന്ന്. പിന്നെ ഞാൻ ഇതെടുത്ത് ഞാൻ ചോദ്യം ചെയ്തു. അതായത് എനിക്ക് മുമ്പ് വരുന്നവരെയാണോ കയറ്റി വിടുന്നത്? കാരണം അത് മാനുഷികം ഞാൻ ചോദിച്ചതാ. ഇപ്പം നിങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളൊരു അപേക്ഷ കൊടുക്കാനിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്നിരിക്കുന്ന ഒരു പോസ്റ്റും ശശികളും ബാക്കിയുള്ളവരെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഡർ ഇല്ലല്ലോ. നമ്മളെപ്പം വേണം. അപ്പം ഞാനും വീട്ടിലൊക്കെ പോയിട്ട് വന്ന് എപ്പോഴെങ്കിലും എനിക്ക് കയറിയാൽ മതിയല്ലോ. എൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടരുതെന്നാണ് ഞാൻ അവിടെ ഇരുന്നത്. സോ ചില കാര്യങ്ങൾ ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ചിലയിടത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗർഭിണിയായ ഒരു കുട്ടി എന്തെങ്കിലും അപേക്ഷയും കൊണ്ട് വന്നില്ലെങ്കിൽ നമുക്കവിടെ ഇരിക്കാം. അത് മാനുഷികം. അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു കുട്ടിയുടെ ഒരു അച്ഛനോ അപ്പൂപ്പനോ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ് അതിന് ശേഷം വന്നവരെ കയറ്റി വിടുക എന്ന് പറയുമ്പോൾ അത് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറ്റൻഡറിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുത്തു. പക്ഷേ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. സോ എനിക്ക് അവിടെ ഒരു പരിധിയെ കൊടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് മനുഷ്യന് നിസ്സഹായരാകുന്നത്. ഇവന്മാർ മുതലെടുക്കുന്നത് ഈ ചാൻസസിലാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ തക്കതായ പ്രൂഫുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഡാസ് വൈസ് ചാൻസലർക്ക് കൊടുത്ത് അവിടെ ഇവരുടെ സർവീസ് ബുക്കിൽ കാര്യങ്ങളും പ്രശ്നം വരും. പിന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കും കഷ്ടപ്പെട്ട് ജോലിയിൽ കയറിയവരാണെങ്കിൽ നമ്മളത് ചെയ്യണോ, നമുക്ക് പിന്നെ അവരുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാന്ന് വിചാരിക്കും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് നമ്മളും അത് വിചാരിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളെന്ന് പറയുന്നത് എനിക്കറിയാം. കാര്യം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് രീതിയിൽ അവർ പറയുന്ന എല്ലാം കൊണ്ടിരുന്നുണ്ട്. ഇന്നലെ നോട്ടറൈസ് ചെയ്യാൻ ഓടിച്ചതൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളായിട്ട് ഡിലേ ആക്കുമ്പോൾ ഇവിടെ വരുന്ന ടാസ്ക് കുറച്ച് ക്ഷമിച്ചൂടെയും ചോദിച്ചാൽ 12:30 വരെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക. 1 മണി കഴിഞ്ഞാൽ ഫീസ് കൗണ്ടർ അടയ്ക്കും. അപ്പോൾ ഇന്നലെയും ഞാൻ പോയി, ഞാൻ വ്ളോഗിൽ ഇതൊക്കെ എൻ്റെ സത്യസന്ധത ഞാൻ വ്യക്തമാക്കുവാണ്. ഇന്നും ഞാൻ പോയി. ഇന്നും എനിക്ക് നടന്നില്ലെങ്കിൽ ഇനി നാളെ ഇതിൻ്റെ പുറകെ നടന്ന് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകണം. അത് ചിദംബരം വരെ എനിക്ക് പോകണം. അതിൻ്റെ കാര്യങ്ങൾ അടുത്ത വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരാം. സോ അത് ഓടുന്ന കിലോമീറ്റർ അല്ല, ഇവിടുന്ന് 800-850 കിലോമീറ്റർ ഉണ്ട് ടു ആൻഡ് ഫ്രോ. അപ്പോൾ അത്രയും വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ എന്ത് ആവശ്യത്തിനാണ് ഞാൻ TC അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് അവർ ഫിറ്റ് ആണോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കുക. ഇതുപോലെയുള്ള നല്ലൊരു ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ
ഇനി തുറന്നു വിടുന്ന ആളാണ് നമ്മുടെ കഥയിലെ വില്ലൻ, അവിടുത്തെ ഓഫീസ് അറ്റൻഡർ. ആ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ടീം. ഈ ക്യാബിൻ തുറക്കാനും പ്രിൻസിപ്പളിൻ്റെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ തടയുന്ന സെക്യൂരിറ്റി പോലെ ഓഫീസ് അറ്റൻഡറാണ് അദ്ദേഹം. ഞാൻ കണ്ടു, ആ ബാഡ്ജ് ഞാൻ കണ്ടായിരുന്നു. ID കാർഡ് ഇട്ടിരുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് അകത്ത് കയറണ്ട, പേപ്പർ തന്നാൽ മതി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഒപ്പിടാം. അതിന് മുമ്പ് തന്നെ ഞാനത് സെൻസർ ചെയ്ത് ഞാനത് പറഞ്ഞില്ല. അതായത് ഞാൻ സെൻസർ ചെയ്ത് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു, മീൻസ് മാന്യമായിട്ടുള്ള രീതിയിൽ. സെൻസർ ചെയ്ത് ഞാൻ ഉദ്ദേശിച്ച ആ ക്ലിപ്പിംഗ് ഞാൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞതാണ്, കാരണം വ്യൂവേഴ്സ് കാണണ്ട എന്നുള്ള രീതിയിൽ. കാരണം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ രീതിയും കാര്യങ്ങളും, കാരണം പിന്നെ സ്പോട്ടിൽ എനിക്കത് എടുക്കാനും പറ്റിയില്ല. സോ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ ഫുൾ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറേ നേരം അവിടെ ക്ഷമിച്ചിരുന്നു. അപ്പോൾ വിചാരിച്ച് ഞാൻ ക്ഷമയുടെ മൂർത്തിഭാവമാണെന്ന്. ഞാൻ പരമാവധി ക്ഷമിക്കും, നമ്മൾ പഠിച്ച കോളേജല്ലേ ഏതാന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ശേഷം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രിൻസിപ്പൾ പറഞ്ഞ് പോയി റെക്കമെൻഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹത്തിനും അറിയായിരിക്കും റെക്കമെൻഡ് ചെയ്തിട്ട് വന്നാലല്ലേ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റൊന്നും പറയുന്നത്, എന്തുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞില്ല, എന്നെ ഓടിച്ച് 12:20 1 മണി കൂടി എനിക്ക് ഫീസ് അടയ്ക്കണം. അവിടെയാണ് ടാസ്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു ഗതികേട്. ഞാനെന്നിട്ട് ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഞാൻ പോയപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ തന്നെയായിരുന്നു അവിടെ HOD ആയിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യം കൊടുക്കുന്നതാണ്, പ്രിൻസിപ്പളിന് സൈൻ ചെയ്യാൻ ചോദിച്ച് കൊടുക്കാൻ മേടിച്ചിട്ട്. അപ്പോൾ HOD ആണ് എനിക്ക് സൈൻ ചെയ്ത് തരേണ്ടത്. പക്ഷേ HOD എൻ്റെ അരുണാദേവി ടീച്ചർ, എന്നെ അന്ന് കുറേ വർഷം മുമ്പ് പഠിച്ച ടീച്ചറാണ് ഇപ്പോൾ അവിടെ HOD ആയിരിക്കുന്നത്, പഠിപ്പിച്ച്. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം എളുപ്പമായി. വേറൊരു അറിഞ്ഞുകൂടാത്തൊരു ടീച്ചറായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം പോകുമ്പോൾ അവർ അവിടെ ഇട്ട് ചുറ്റിച്ചേനെ, കുറേ നേരം ക്യാബിൻ്റെ പുറത്ത് നിൽക്കുക. അപ്പോൾ ആ കാര്യം എൻ്റെ മിടുക്ക് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി ഓടി നേടിക്കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇങ്ങേർക്ക് എന്നെ ചുറ്റിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എല്ലാം ഫാസ്റ്റും ഫ്യൂറിയസായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്, കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. സോ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തിട്ട് കൊണ്ടുവരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് ഓടിയിട്ട് ഞാൻ തിരിച്ചു വന്നു. സോ ഇന്ന് എൻ്റെ ഒരു അവസ്ഥ അവിടെ ഇരുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ആ ഫീസ് പിരിക്കാനിരുന്ന മേഡത്തിൻ്റെ കഥയും പറയണ്ട. കമ്പയർഡ് ടു ഇന്നലത്തെ ചേട്ടൻ, എല്ലാ മനുഷ്യരും ഒരാളല്ല എന്നാലും ഞാൻ പറയുക. ഇന്നലെ ഇരുന്ന ചേട്ടനെ കാട്ടി അവരുടെ ഭാവം എന്തോ ഒരു ടീച്ചറാണെന്നുള്ളൊരു ഭാവമായിരുന്നു. നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലും ഫീസ് പിരിക്കുമ്പോൾ പോയി സൈൻ ഇട്ടിട്ട് വാ, അതാണ് ഇതെന്നൊക്കെ പറയുന്നത്. ഒരു എന്തോന്നാണ് പറയുന്നത്, ഒരു മനുഷ്യരോട് സാമാന്യം എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ബോധം പോലും ഇല്ലാത്തൊരു ടീം പോലെ. അങ്ങനെ കുറേ അവതാരങ്ങൾ അതിനകത്തിരിക്കുന്ന സ്റ്റാഫുകൾ, അങ്ങനെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ ഉടനെ അവർ പറയുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങളിവിടെ പഠിച്ച സ്റ്റുഡൻ്റാണ്, ഇവിടുത്തെ പിള്ളേർ എന്ത് തല്ലിപ്പൊളികളാണ്, സോ അങ്ങനെ അവർക്ക് നമുക്ക് മുൻഗണന കൊടുത്താലല്ലേ പറ്റും. ഇങ്ങനെ വളച്ചാനും തിരിച്ചാനും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ലല്ലോ. ഞാനും ഇവിടുന്ന് പഠിച്ചു വന്ന ആളാണ്, ഞാൻ എന്തുകൊണ്ട് തല്ലിപ്പൊളിയായില്ല, ഞാനവിടെ നല്ല മാർക്കോടുകൂടെ പാസ്സൗട്ടായി. കാരണം വിദ്യാലയത്തിൽ പോകുന്ന പഠിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇന്നലെയായിട്ട് ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ പോയത്, എൻ്റെ ഗുരുനാഥന്മാരോട് എനിക്ക് ഇപ്പോഴും റെസ്പെക്റ്റും ബഹുമാനമേ ഉള്ളൂ. ഞാൻ പ്രോപ്പർലി ഡ്രസ്ഡ് ചെയ്താണ് പോയത്, അല്ലാതെ ഞാനൊരു വ്ളോഗ് ടൂറിന് പോകുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് വാഗമണ്ണൊക്കെ, ആ രീതിയിലാണോ ഞാൻ പോയതല്ല. കാരണം വിദ്യാലയം എന്ന് പറയുന്നൊരു പവിത്രമായ ഒരു സ്ഥലമാണ്, ഒരു ദേവാലയം പോലെ. അതെനിക്ക് വിശ്വാസമുണ്ട്. അതിനകത്ത് കയറി ഞാൻ കണ്ടൻറ് എടുക്കാൻ, മീൻസ് റീൽസ് എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. വ്ളോഗ് ഞാൻ എടുത്തു, അത് മാന്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ പറയുന്നത് ഞാൻ നീതിയായ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഞാൻ വൃത്തികേടായിട്ടൊന്നും ഞാൻ അതിനകത്ത് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് അറിയാനാണ്. ഈ കോളേജിൽ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സായിട്ട് പോയാൽ ഈ ഒരു പ്രശ്നം വരും. സോ അത് അവർ അതോറിറ്റീസ് റെക്ടിഫൈ ചെയ്യട്ടെ, ആരെങ്കിലും കാണുവാണെങ്കിൽ റെക്ടിഫൈ ചെയ്യട്ടെ മേലുദ്യോഗസ്ഥ രീതിയിലാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. കാരണം എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കിത് പറയാനുള്ള, മാന്യമായിട്ട് പറയാനുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യമുണ്ട്. സോ ഞാനത് ചെയ്തു. അടുത്ത ആൾക്കാർ വരുമ്പോൾ ഇതിനനുസരിച്ച് വേണം കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് സേഫാക്കി വെക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. സോ അത്രയും പറയാനുള്ളൊരു സംഭവം എനിക്ക് ഉണ്ടെന്നൊരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയണം, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക്. ഞാൻ ഇന്നലെ നല്ല കാര്യം നടന്നപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് വ്ളോഗർ എന്ന നിലയ്ക്ക് എനിക്ക് ഏത് വസ്ത്രം വേണോ എനിക്ക് ഇട്ട് പോകാനുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യം. ഞാൻ അങ്ങനെ പോയിട്ടില്ല. സോ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ രാമേശ്വരം പോയപ്പോഴും നിങ്ങളെൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടോ, ഞാൻ പക്ക ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്താണ് പോയത്. കാരണം അതൊക്കെ ഒരു പവിത്രമായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളൊരു സ്ഥലമല്ലല്ലോ ഇത്രയും പിള്ളേർ പഠിക്കുന്ന വിദ്യാലയങ്ങൾ. അവിടെ ഇപ്പം നിങ്ങൾ പറയും ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനത്തേക്ക് ഇട്ടുകൊണ്ട് വരുന്നില്ല, ആയിക്കോട്ടെ, പക്ഷെ നമുക്കൊരു രീതി ഉണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്തു, അത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടംപോലെ സമയം അവിടെ റീൽസ് എടുക്കാനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഊഞ്ഞാലിൻ്റെ പരിസരത്തിലൊക്കെ ഞാൻ അവിടെ ഒന്നും പോയി എടുത്തില്ല. ഒന്നാമത് എനിക്കിവിടെ ഇത്രയും
ആൾക്കാരിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം തോന്നിയില്ല അവിടെ ഒരു റീൽ എടുക്കണമെന്നോ എന്തെങ്കിലും. പിന്നെ ക്യാമ്പസിനകത്ത് ചില റെഗുലേഷൻസ് ഉണ്ട്, നമുക്കറിയാം ലീഗൽ വൈസ് ആയിട്ട്. അവരുടെ പെർമിഷൻ ഇല്ലാതെ വേറെ വല്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ അത് അവർക്ക് വേണമെങ്കിൽ ഒരു ഒഫൻസായിട്ട് അത് എടുക്കാം. പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ ഇല്ലാതെ സത്യം പറഞ്ഞാൽ ക്യാമ്പസിനകത്ത് ഒരു വീഡിയോ സാധനങ്ങളും ചെയ്യരുത്. അതിപ്പോൾ ഫിലിമിങ് ആണെങ്കിലും ശരി തന്നെ, വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും. സോ അതുകൊണ്ട് ഞാൻ ആ സംഭവത്തിന് എന്ത് ചെയ്തില്ല, ഞാൻ പോയില്ല എന്നുള്ളതാണ് വാസ്തവികത. ഞാനവിടെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഇത്രയും ചുറ്റിക്കലായിരുന്നല്ലോ ഇത്ര നേരത്തെ പോയിരുന്നത്. ഞാൻ പറഞ്ഞ ഓഫീസ് അറ്റൻഡൻറ്റ് ഈ വ്യക്തിയാണ്, നേരത്തെ ഞാൻ കാണി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. തൊട്ട് അതിൻ്റെ ഇടത്തെ സടങ്ങേറ്റത്തിരിക്കുന്നതാണ്. ഇതിലൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി. അങ്ങനെ ഞാൻ പോയി നേരെ HOD കണ്ടാലേ കാര്യം നടക്കും. ഇവിടെ നിന്ന് എഴുതി തന്നാലല്ലേ പ്രിൻസിപ്പൾ സൈൻ ഇടും, കാരണം ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ ബ്ലോക്കിലാണ് ഞാൻ വന്നത്. പടി കയറി ഞാൻ മേളിലേക്ക് പോയി. HOD അരുണാദേവി ടീച്ചറിനെ കാണാൻ. എൻ്റെ സുവോളജി ടീച്ചറായിരുന്നു. ഇത് HODയുടെ പുറത്തെ സ്റ്റെപ്പാണ് ക്യാബിനിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ടീച്ചറുടെ ക്യാബിൻ്റെ പുറത്ത് വരെ എത്തി. എൻ്റെ ഹെൽമെറ്റും കുടച്ചക്രങ്ങളും ആ ജനലിൽ ഞാൻ വെച്ചു. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. TC ഞാൻ പണ്ടേ മേടിച്ചു. അപ്പോൾ MSCക്ക് ശേഷം ഞാനൊന്നും ഹയറിന് പോയിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ അണ്ണാമലയിൽ പെർഫോമിംഗ് ആർട്സിനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, BFA. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് TCക്ക് ടീച്ചർ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് തന്നാലേ സാറ് അതൊക്കെ എടുത്തു. ടീച്ചർ എന്നെ ആദ്യമേ കണ്ട മാത്രമേ തിരിച്ചറിഞ്ഞു. എനിക്ക് സന്തോഷം. ടീച്ചറിൻ്റെ ക്യാബിനിൽ വേറെ ടീച്ചേഴ്സ് ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രൈവസി പോകുന്ന അവിടെ ഷൂട്ട് ചെയ്യാത്ത ടീച്ചറിൻ്റെ ഫേസ്. എൻ്റെ ടീച്ചറിനെ എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാം, പക്ഷേ വേറെ ഫാക്കൽറ്റീസിനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ മേടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് പോയി. അങ്ങനെ വിചാരിച്ച് ഞാനിത് ഡിലേ ആക്കി പോയിട്ടുള്ളൂ. എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള പുള്ളിക്കും അറിയത്തില്ലായിരുന്നു. ഓഫീസ് അറ്റൻഡൻറ്റ് പ്രിൻസിപ്പളിൻ്റെ പുറത്തിരിക്കുന്നത്. ഞാൻ മണിയായിട്ട് പോയി കാര്യങ്ങൾ മേടിച്ച് തിരിച്ചതേ അങ്ങോട്ട് പോവുകയാണ് കൊടുക്കാൻ വേണ്ടി. വീണ്ടും പ്രിൻസിപ്പൾ സാറിനെ കാണണം. അവിടുത്തെ ടീച്ചർ സൈൻ ഇട്ടല്ലോ, ഇനിയെ പ്രിൻസിപ്പൾ ഇടുകയാണ് ഇത് രീതി. ഞാൻ പറഞ്ഞു വന്നത്, പ്രിൻസിപ്പളിന് വലിയ തിരക്കുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന പ്രിൻസിപ്പളാണ് വൈസ് പ്രിൻസിപ്പൾ. അദ്ദേഹത്തിനെ എങ്ങാനും ഇരുത്തി അപ്പോൾ പുള്ളിക്ക് പരിപാടി കാണണമെങ്കിൽ പോകാം. ഇങ്ങനെ പ്രിൻസിപ്പളിനെ കണ്ട് കാര്യം ഇതുപോലെ നേടേണ്ട ഒരു ബുദ്ധിമുട്ടിലാവുന്നില്ലല്ലോ. പക്ഷേ ഇതൊന്നും നമ്മുടെ സിസ്റ്റത്തിൽ ആരും ചിന്തിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിന് വിലയുണ്ടെന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മുഷിച്ചിൽ വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ സാറിനെ ക്യാബിനകത്ത് TCക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇനി ചെയ്യാൻ വേണ്ടി വേണം സാർ TC. BFA പെർഫോമിംഗ് ആർട്സ്. ഇവിടെ ഏത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്? ഇവിടെ MSc സുവോളജിയാണ് സാർ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തോ? അല്ലല്ല, അത് 2013 പാസ് ഔട്ട് ആയതാണ്. ആണോ? അതിന് ഇതേ ഒരു TC മേടിച്ചു. അത് ഷിഫ്റ്റിംഗ് സമയത്ത് എങ്ങനെയോ മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. TC ഈ ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ ഇത് നോട്ടറി അതൊക്കെ ചെയ്തു സാർ. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ലേറ്റ് TCയുടെ ഫൈനും കൂടെ ഉണ്ട് കേട്ടോ. TCയുടെ ഒരു ഫോമും ഉണ്ട്, അതും മേടിച്ച് ഫില്ല് ചെയ്യണം. ഇതായിട്ട് ഓഫീസിൽ കാണിച്ചാൽ മതി. ഇപ്പം എന്തൊക്കെ വേണമെന്നുള്ളതേ പറയാം. താങ്ക് യു സാർ. ജോണി സാറിന് ഇത് മിന്നായും പോലെ ഞാൻ കാണിച്ചു തന്നല്ലോ. അദ്ദേഹമാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഇപ്പോഴത്തെ. പിന്നെ ഇനി എന്തോന്നാണ്, ഇനി ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇത് കൊടുക്കണം. സാർ ഒപ്പിട്ട് വന്നു. ആ മേഡത്തിനൊന്നും അറിയാത്ത പോലെ ചോദ്യം കേട്ടു. ഇത്ര നേരം ഞാൻ എവിടെ പോയെന്ന് അവർക്ക് അറിഞ്ഞൂടെ. പ്രിൻസിപ്പൾ പരിപാടിക്ക് പോയി ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു എന്നുള്ള അങ്ങനെ ഇരിക്കുന്ന സാർ. സാറില്ലായിരുന്നു. സാറ് എന്തോ കെമിസ്ട്രിയിൽ എന്തോ ഫെയർ. അതെ അതെ അതെ. അങ്ങനെ ഫീസിൽ 105 രൂപ അടച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ സെക്ഷന് വിട്ടു. ഓഫീസിൻ്റെ ഒരു ബിന്ദു മേഡത്തിൻ്റെ അടുത്ത്. അവരിനി എല്ലാം നോക്കണം. ഇതിൻ്റെ മേളിലുള്ള സ്റ്റാഫാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഫീസൊക്കെ അടച്ചോ മുദ്ര പേപ്പറൊക്കെ വെച്ചോ എന്നുള്ളത്. അങ്ങനെ അവരുടെ ഓക്കെ കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ അപ്പുറത്തെ നിയമന്മാർ നമുക്ക് TC സർട്ടിഫിക്കറ്റ് തരും, ചെറുക്കന്മാർ. സോ അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്.
ഇവിടെ കാണിച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ ഇപ്പോൾ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ടി സി എങ്ങനെയും കളഞ്ഞു പോവുകയോ റീഅപ്ലൈ ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്യണം. കാരണം ഒരു 10 ദിവസം മുമ്പ് ചെയ്താലായിരിക്കും നമ്മുടെ വണ്ടി ഇതുമ്പോഴത്തേക്ക് പോകുമ്പോൾ ഇവറ്റുകൾ ഈ സാധനം റെഡിയാക്കി തരുന്നത്. അതായത് കുറേ പാടാണ്. അങ്ങനെ ആ മേഡം ഓക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും എന്നെ ഇങ്ങോട്ട് വിട്ടയച്ച ആ പഴയ സെക്ഷനിലേക്ക് ഫീസിൻ്റെ അപ്പർ സെക്ഷനിലേക്ക് ഞാൻ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. ആപ്ലിക്കേഷനും ഫീ റെസീപ്റ്റും നോട്ടറൈസ് ചെയ്ത സ്റ്റാമ്പ് പേപ്പറും വീണ്ടും കൊണ്ട് ഈ ഇൻഡാസൊക്കെ റെഡി ആയാലും പിന്നെയും ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ടി സിയുടെ സെക്ഷനിലവിടെ അതിന് മുമ്പ് വേറൊരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ ആവശ്യമായിട്ട്. അത് മാത്രമല്ല കുറച്ച് സമയം ഞാനവിടെ നിൽക്കേണ്ടി വന്നു. ഓൾ ടുഗദർ കട്ട പോസ്റ്റ്. അങ്ങനെ 3:30 എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു വിട്ടു. ഞാൻ കറക്റ്റായിട്ട് വൈകിട്ട് 3:30 പോയപ്പോൾ അങ്ങയുടെ ചോദ്യം അല്ല എൻ്റെ അടുത്ത് 3:30 വരാൻ പറഞ്ഞ് എനിക്കതിപ്പോൾ കിട്ടിയേ പറ്റൂ. നമ്പർ ഇവിടുത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് നിങ്ങൾ ഉച്ചയ്ക്ക് പറയരുതായിരുന്നല്ലോ. അല്ലല്ല, ഉച്ചയ്ക്ക് നിങ്ങൾ പറയായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളതും ചോദിക്കുന്നു. അങ്ങനെ വഴക്കിട്ട് നാക്കിൻ്റെ ബലം കൊണ്ട് ടി സി ഞാൻ മേടിച്ചെടുത്തു. അല്ലെങ്കിൽ എന്നിട്ട് ചുറ്റിച്ച് നാളെ വരെ നടച്ചെത്തിയേനെ. പിന്നെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ 3 ആരിയാസ് നമ്മുടെ കവടിയാറിൽ നിന്ന് ഞാൻ ചപ്പാത്തിയും കോഫിയും കടലയൊക്കെ അടിച്ചു. സംഭവം ഇവർക്ക് 12:45 എനിക്ക് ടി സി എഴുതി തരാം. ഞാൻ എല്ലാ വ്യവസ്ഥകളും അവർ പറഞ്ഞ് പാലിച്ച് കൊണ്ടുപോയാളാണ്. ജസ്റ്റ് ഒരു സ്ലിപ്പിൽ എഴുതി തരേണ്ട, പ്രിൻ്റ് ചെയ്യേണ്ട മെനക്കേടേ ഉള്ളൂ. ഇവർക്ക് തിന്നാൻ പോകാൻ 1 മണി ആവണ്ട, അതിന് പോയി പോകണമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വന്നത് ഒരു സമയത്താണ് കയറി. ഇതിനൊക്കെ കറക്റ്റ് ടൈം പോവും കട്ടക്കടിക്കാൻ, കറക്റ്റിന് മുന്നേ. അപ്പോൾ അങ്ങനെ പോകാനുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വൈകിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നിഷ്ഠ പിടിച്ചുകൊണ്ട്, കാരണം അങ്ങനെ നിന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ DS, അല്ലെങ്കിൽ അവർ തരത്തില്ല. അതാണ് ഇന്നത്തെ സർക്കാർ ഓഫീസുകളുടെ കളിയെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മേടിച്ചെടുത്തു. സോ നമ്മുടെ ടി സി യുദ്ധം ചെയ്ത് മേടിച്ച വ്ളോഗ് ഇവിടെ തീരുന്നു. ബാക്കി വ്ളോഗിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വ്ളോഗിൽ കാണുക. അങ്ങനെ എൻ്റെ ക്ഷീണം മൊത്തം അവിടെ നിന്ന് കുത്തിയിട്ട് കുറച്ചൊരു കോഫിയിൽ തീർന്നു. പിന്നെ ഞാൻ കീബോർഡ് ക്ലാസ്സിൽ വന്നു. 1:30 എൻ്റെ അടുത്ത് 3:30 പോയി മേടിക്കാനാണ് പറഞ്ഞത്. 3:30 തരുന്ന ലക്ഷണം കാണാത്തോടെ ഞാൻ അങ്ങനെ സംസാരിച്ചത് ഇവിടെ. ഇതാ എൻ്റെ കീബോർഡ്. ബൈ.